നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രൊഡക്റ്റാണ്. നിരന്തരം വീടുകളിൽ ആവശ്യമുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ വേറൊരു രൂപം മാർക്കറ്റിൽ കിട്ടുന്നുണ്ട്. പക്ഷെ ആ രൂപം വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പ്രധാനപ്പെട്ട എല്ലാ ഇൻഗ്രീഡിയൻസും ഇട്ടതിനു ശേഷം ജസ്റ്റ് ഒരു ഫില്ലപ്പ് എന്ന രീതിയിലാണ് അതിടുന്നത്. എന്നാൽ നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടാണ്. അതായത് ഉണ്ടാക്കാൻ പോകുന്ന പ്രോഡക്റ്റിൻ്റെ സിംഹഭാഗവും നമ്മൾ ഇവിടെ തന്നെ മേക്ക് ചെയ്യുകയാണ്. റെഡിമെയ്ഡ് ആക്കി അവരുടെ കയ്യിലോട്ട് കൊടുക്കുകയാണ്. അവർക്ക് ജസ്റ്റ് 1-2 ഇൻഗ്രീഡിയൻസ് ഇട്ട് ബാക്കി ചെയ്താൽ മാത്രം മതിയാകും. ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ശ്രദ്ധിച്ച് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കേട്ടാൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാതെ പോകരുത്. കൂടാതെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്തേക്കുക. ആദ്യമായിട്ട് കാണുന്നവർ ഉണ്ടെങ്കിൽ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഇതുപോലെയുള്ള ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകൾ എല്ലാ ദിവസവും നമ്മൾ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ നമ്മുടെ പ്രോഡക്റ്റ് എന്താണെന്ന് നോക്കാം. സാമ്പാർ പൊടിയാണ്. നിങ്ങൾക്കറിയാം, സാമ്പാർ പൊടി ഓൾറെഡി വലിയ വലിയ ജയന്റ് കമ്പനികൾ മാർക്കറ്റിൽ ഇറക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ അതിൽ നിന്ന് അല്പം വ്യത്യസ്തമായിട്ടാണ് ഇത് ഇറക്കാൻ പോകുന്നത്. ഇത് ഹോം മെയ്ഡ് സാമ്പാർ പൊടിയാണ്. മെയിൻലി ഇതിൻ്റെ മാർക്കറ്റ് നിങ്ങൾക്ക് വീടാന്തരം കൊടുക്കാം, വീട്ടുകാരെ ക്യാൻവാസ് ചെയ്ത് കൊടുക്കാം, എല്ലാം ശരി തന്നെയാണ്. എന്നാൽ നിങ്ങൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് നിങ്ങൾ ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റുകൾ, തട്ടുകടകൾ, ഇങ്ങനെയുള്ള ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ് ചെയ്യുന്നവരുമായിട്ട് ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് ബൾക്കായിട്ട് പോകും. കാരണം ഇവർക്ക് ഇതെല്ലാം ചെയ്യണമെന്നുണ്ട്. അവരുടെ ലേബറിൻ്റെ സ്കാർസിറ്റി കാരണം അവർക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ എളുപ്പം ചെയ്യാൻ പറ്റുന്ന വിദ്യ ഉണ്ടെങ്കിൽ അവർ അത് തന്നെ പ്രൊമോട്ട് ചെയ്യും. അതുകൊണ്ട് നമ്മളുടെ പ്രോഡക്റ്റ് നന്നായിട്ട് വിറ്റുപോവുകയും ചെയ്യും. എന്നാൽ ഈ ഹോൾസെയിലായിട്ട് ഇല്ലെങ്കിൽ കൂടുതലായിട്ട് ബൾക്കായിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മളുടെ ലാഭവിഹിതം അല്പം കുറയാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അത് മേക്ക് ഓവർ ചെയ്യുന്നത് നമ്മുടെ വോളിയം ഓഫ് ബിസിനസ്സിലാണ്. അങ്ങനെയാണല്ലോ എല്ലാം. ഒരു പ്രോഡക്റ്റിൽ ലാഭം കുറഞ്ഞാലും വോളിയം ഓഫ് ബിസിനസ് ഉണ്ടെങ്കിൽ അത് ലാഭം തന്നെയാണ്. അങ്ങനെയാണ് സാധാരണഗതിയിൽ കച്ചവടക്കാർ നോക്കാറുള്ളത്. ഓക്കെ, ഇവിടെ നമുക്ക് സാമ്പാർ പൊടി എന്തൊക്കെ കൊണ്ടാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ഞാൻ പറഞ്ഞു ഡിഫറൻ്റ് ആണ് എന്ന് പറഞ്ഞു. അത് നിങ്ങൾക്ക് ഇൻഗ്രീഡിയൻസ് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും. ആദ്യം വേണ്ടത് മല്ലിയാണ്. കൊത്തമല്ലിയാണ് വേണ്ടത്. 400 ഗ്രാം. 1 കിലോയുടെ കണക്കാണ് ഇവിടെ പറയുന്നത്. പിന്നെ വേണ്ടത് വറ്റൽ മുളകാണ് വേണ്ടത്, 200 ഗ്രാം. പിന്നെ വേണ്ടത് തുവരപ്പരിപ്പാണ്, 100 ഗ്രാം. പിന്നെ വേണ്ടത് കടലപ്പരിപ്പാണ്, 100 ഗ്രാം. ഉലുവ വേണം, 50 ഗ്രാം. കുരുമുളക് വേണം, 50 ഗ്രാം. ജീരകം വേണം, 50 ഗ്രാം. കടുക് വേണം, 25 ഗ്രാം. മഞ്ഞൾപ്പൊടി വേണം, 50 ഗ്രാം. കായം വേണം, 10 ഗ്രാം. കറി വേപ്പില വേണം, 20 ഗ്രാം. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇതിലേക്കായി വേണ്ടത്. ഇതിനകത്തെ മെയിൻ ഐറ്റംസ് ഏതാണ്ടൊക്കെ എല്ലാം തന്നെ നമ്മൾ റോസ്റ്റ് ചെയ്യണം. അത് ഡ്രൈ റോസ്റ്റ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. മെയിൻ ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മല്ലി, മുളക്, തുവരപ്പരിപ്പ്, കടലപ്പരിപ്പ്, ജീരകം, ഉലുവ, കടുക്, കായം, കറിവേപ്പില, ഇതെല്ലാം തന്നെ നമ്മൾ വറുത്തിടേണ്ട സാധനമാണ്. ചെറിയ തീയിൽ, ചെറിയ ഫ്ലെയിമിൽ നമ്മൾ അത് ചൂടാക്കി അതിൻ്റെ ഒരു മണം വരുന്നത് വരെ ചൂടാക്കിക്കൊണ്ടിരിക്കുക. അതിനുശേഷം അത് മാറ്റി വെക്കുക തണുക്കാൻ വേണ്ടിയിട്ട്. തണുത്ത് കഴിയുമ്പോൾ ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കുക. ഈ പൊടിച്ചെടുക്കുന്ന കൂട്ടത്തിൽ തന്നെ നമുക്ക് നമ്മളുടെ മഞ്ഞൾപ്പൊടി ചേർക്കാവുന്നതാണ്. ഈ കായം കട്ടയാണെങ്കിൽ അതും അതിൻ്റെ കൂടെ വറുത്തെടുത്തതിന് ശേഷം പൊടിച്ചു വെച്ചാൽ ഇതിൻ്റെ കൂടെ ചേർക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ വില ഭാഗമൊന്നും ഞാൻ പറയുന്നില്ല. എല്ലാം കോമൺ ഐറ്റം ആയതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഏകദേശം ഈ ഒരു പൊടി നമ്മൾ 1 കിലോ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് 100 ഗ്രാം പാക്കറ്റുകളായിട്ടാണ് ഇത് കൊടുക്കാൻ പറ്റുന്നത്. എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. 100 ഗ്രാം പാക്കറ്റിന് 100 രൂപ എന്ന നിരക്കിൽ കൊടുക്കേണ്ടി വരും. 250 രൂപ പെർ kg ഇതിനകത്ത് നമുക്ക് ലാഭം കിട്ടും. അതിൽ കൂടുതൽ കിട്ടും. നിങ്ങൾ ലോക്കൽ റേറ്റുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി. ഇവിടെ എന്താണ് ഈ പ്രോഡക്റ്റിന്റെ പ്രത്യേകത? സാധാരണഗതിയിൽ സാമ്പാർ പൊടി കിട്ടുന്നത് നമ്മൾ സാമ്പാറിന്റെ കഷ്ണങ്ങൾ, കേരളത്തിൽ ഓരോ സ്ഥലത്തും സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ വ്യത്യസ്തമാണ്. ഞാൻ ആലപ്പുഴയിലെ കാര്യം പറയാം. ഞങ്ങൾക്കിവിടെ വേണ്ടത് ഉരുളക്കിഴങ്ങ് വേണം, സവാള വേണം, മുരിങ്ങയ്ക്ക വേണം, തക്കാളി വേണം. ഇതാണ് ഇതിനകത്തെ മെയിൻ ഇൻഗ്രീഡിയൻസ്. പിന്നെ വഴുതനങ്ങ, അതായത് കത്തിരിക്കയാണെങ്കിലും വഴുതനങ്ങയാണെങ്കിലും അതും ചേർക്കാറുണ്ട്. ചിലരൊക്കെ വെള്ളരിക്ക പോലുള്ള സാധനങ്ങൾ ചേർക്കാറുണ്ട്. എനിവേ, ഈ സാധനങ്ങളെല്ലാം നമുക്ക് വേണം. പ്ലസ് നമ്മൾ ചേർക്കുന്നത് തുവരപ്പരിപ്പാണ്. ഈ തോരപ്പരിപ്പാണ് ഇതിനകത്ത് ഈ ലിക്വിഡിനെ ഗാഠമാക്കുന്നതും ഇല്ലെങ്കിൽ ആ രീതിയിൽ ഒരു ടേസ്റ്റ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നതും. അപ്പോൾ
ഈ തുവരപ്പരിപ്പ് തൊട്ടുള്ള സാധനങ്ങളെല്ലാം ഇട്ടിട്ട് സാമ്പാർ ഏതാണ്ട് തിളച്ച് വെന്ത് കഴിയുന്ന അവസ്ഥയിൽ നമ്മൾ മറ്റേ സാമ്പാറിൻ്റെ പൊടി ഇട്ടാണ് ഇവർ എടുക്കാറുള്ളത്. എന്നാൽ ഇവിടെ നമുക്ക് തുവരപ്പരിപ്പും വേണ്ട, കടലപ്പരിപ്പും വേണ്ട, ജസ്റ്റ് ആ പറഞ്ഞ കഷ്ണങ്ങൾ മാത്രം മതി. കഷ്ണങ്ങൾ റെഡി ആണെങ്കിൽ അതിലേക്ക്, അത് വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് ഈ ഒരു പൗഡർ ഇട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുത്താൽ മാത്രം മതിയാകും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇൻസ്റ്റൻ്റ് ആയിട്ട് സാമ്പാർ ഉണ്ടാക്കാൻ പറ്റുന്ന പൊടി. മാർക്കറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കാൻ പറ്റുന്ന ടിപ്സ് എന്താണ് എന്ന് കൂടെ നോക്കാം. ഇതിനകത്ത് ഫ്രഷ്നെസ് ആണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ടത് എപ്പോഴും. കാരണം സാമ്പാർ പൗഡറിന് എപ്പോഴും ഫ്രഷ് ആയിരിക്കണം. കുറച്ചിരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ എന്താ പറയുക, മണവും ഗുണവും മാറും. അതുകൊണ്ട് തന്നെ അത് ഫ്രഷ് ആണെന്ന് ഉള്ള കാര്യത്തെ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് വേണം പറയാനായിട്ട്. അതുപോലെ തന്നെ ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ, കൂടാതെ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർത്തിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. പിന്നെ ഈ സാമ്പാർ പൊടിക്ക് കേരളത്തിലൊരു വേർഷൻ, തമിഴ്നാട് ഒരു വേർഷൻ, കർണാടക ഒരു വേർഷൻ, അങ്ങനെ പല വേർഷൻ ഉണ്ട്. വേണമെങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ പാക്ക് ചെയ്യുമ്പോൾ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള, അട്രാക്റ്റീവ് ആയിട്ടുള്ള ജാറുകളിൽ പാക്ക് ചെയ്ത് കൊടുത്താൽ കുറച്ചുകൂടെ നന്നായിരിക്കും. പ്ലാസ്റ്റിക് ജാറുകളിൽ അതിൻ്റെ മുകളിൽ നമ്മൾ ലേബലും കാര്യങ്ങളും ഒക്കെ ഒട്ടിച്ചു കൊടുത്താൽ കുറച്ചുകൂടെ നന്നായിരിക്കും. ഇത് ലോക്കൽ സ്റ്റോർ വഴി വേണമെങ്കിൽ നമുക്ക് പ്രൊമോട്ട് ചെയ്യാം. അപ്പോൾ നമ്മളുടെ കമ്മീഷൻ, അതായത് നമുക്ക് കിട്ടേണ്ടിയിരുന്ന ലാഭത്തിൻ്റെ ഒരു ഭാഗം അങ്ങോട്ട് പോകും. എന്നാലും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞതുപോലെ ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റുകൾ കേന്ദ്രീകരിച്ച്, തട്ടുകടകൾ, ഹൗസ് ബോട്ടുകൾ ഒക്കെ കേന്ദ്രീകരിച്ച് നിങ്ങൾ ഇതിനെ മാർക്കറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ വിജയിക്കും. കാരണം നിങ്ങളുടെ പ്രോഡക്റ്റ് വാങ്ങിച്ച് ഒരു തവണ ഒരു പാചകക്കാരൻ പറഞ്ഞാൽ മതി, അടിപൊളിയാണ് സാധനം, തീർന്നു. അപ്പോൾ അവർ കണ്ടിന്യൂസ് നമ്മുടെ കസ്റ്റമറായിട്ട് മാറും. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആളുകളെ കൊണ്ട് നമ്മളുടെ പ്രോഡക്റ്റിനെ നല്ലത് പറയിക്കുക. പൈസ കൊടുത്ത് പറയിക്കാൻ പറ്റുന്ന കാര്യമല്ല, അത് ടേസ്റ്റ് ചെയ്ത് ഉപയോഗിച്ച് മാത്രമേ പറയുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പ്രോഡക്റ്റ് രക്ഷപ്പെടും, നിങ്ങൾ രക്ഷപ്പെടും. ഇവിടെ ഫുഡിൻ്റെ ലൈസൻസ് തന്നെ എടുത്തുകൊണ്ട് വേണം ഈ പ്രോഡക്റ്റ് ചെയ്യാനായിട്ട്. അതുകൂടാതെ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ അനുശാസിക്കുന്ന എല്ലാ വിധത്തിലുള്ള സർട്ടിഫിക്കറ്റുകളും ലൈസൻസുകളും എടുത്ത് വേണം നമ്മൾ ഇത് തുടങ്ങാനായിട്ട്. പ്രത്യേകിച്ച് ഒരു ഹൈഫൈ രീതിയിലോട്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ, കാരണം സ്റ്റാർട്ടിങ്ങിൽ ഹൈഫൈ രീതി പറ്റില്ല, പോവുകയാണെങ്കിൽ നിങ്ങൾ DICയുമായിട്ട് ബന്ധപ്പെട്ട് K-Swift പോലെയുള്ള കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും എടുത്തുകൊണ്ട് വേണം ഇത് ചെയ്യാനായിട്ട്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.